ത്രിയേക ദൈവത്തിന് സ്തുതി. എല്ലാവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം. ശാരീരിക വൈകല്യങ്ങളുള്ള മുൻ സൈനികനായ ക്രിസ്റ്റഫറിന് ദൈനംദിന കാര്യങ്ങൾ ചെയ്യുന്നത് കൂടുതൽ വെല്ലുവിളിയായി തീർന്നു. അവ ചെയ്തു തീർക്കുവാനായി കൂടുതൽ സമയമെടുക്കുന്നു, വേദന കൂടി വരുന്നു. എന്നിട്ടും തൻ്റെ ഭാര്യയെയും കുഞ്ഞിനെയും സംരക്ഷിക്കുവാൻ വേണ്ടി അയാൾ കഠിനാധ്വാനം ചെയ്യുകയാണ്. എല്ലാ ദിവസവും തൻ്റെ തോട്ടത്തിൽ കഠിനാധ്വാനം ചെയ്യുന്നത് വഴിപോക്കർ കാണുന്നുണ്ട്. ഒരു ദിവസം ഒരു അജ്ഞാത ദാതാവിൽ നിന്ന് ക്രിസ്റ്റഫറിന് ഒരു കത്ത് ലഭിച്ചു. ഒപ്പം തൻ്റെ തോട്ടത്തിൽ ജോലികൾ ചെയ്യുവാൻ സഹായകമായ ഒരു യന്ത്രവും. ഒരു ആവശ്യക്കാരനായ മനുഷ്യന് സഹായം ചെയ്യുവാനായിട്ട് സാധിച്ചു എന്ന പദവിയിലൂടെ ഈ രഹസ്യദാതാവിന് സംതൃപ്തി ലഭിക്കുകയാണ്. നമ്മൾ ചെയ്യുന്നതായ നന്മ പ്രവൃത്തികളെല്ലാം രഹസ്യമായി ചെയ്യണമെന്ന് യേശുതമ്പുരാൻ പറയുന്നില്ല. എന്നാൽ നമ്മൾ ചെയ്യുന്നതായ ആ നന്മ പ്രവൃത്തിയുടെ ഉദ്ദേശം എന്താണ് എന്ന് പരിശോധിക്കേണ്ടതാകുന്നു എന്ന് ക്രിസ്തു ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധ മത്തായി 6-ാം അധ്യായം 1-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ നാം കാണുന്നു: മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതിയെ അവരുടെ മുമ്പിൽ ചെയ്യാതിരിക്കുവാനായിട്ട് സൂക്ഷിച്ചുകൊള്ളുവേൻ. 6-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്: ഭിക്ഷ കൊടുക്കുമ്പോൾ മനുഷ്യരാൽ മാനം ലഭിക്കുവാൻ പള്ളികളിലും വീഥികളിലും കപടഭക്തിക്കാർ ചെയ്യുന്നത് പോലെ നിന്റെ മുമ്പിൽ കാഹളം ഊതിക്കരുത്. നമ്മുടെ പക്കലുള്ളതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് എന്നുള്ളതായ ഒരു തിരിച്ചറിവ് നമുക്ക് ലഭിക്കുമ്പോൾ നമ്മുടെ സ്വന്തം തോളിൽ തട്ടുന്നതിനോ പ്രശംസ വാക്കുകൾ കേൾക്കുന്നതിനോ ആവശ്യമില്ലാത്ത രഹസ്യദാതാക്കളായി മാറുവാനായിട്ട് എനിക്കും നിങ്ങൾക്കുമൊക്കെ സാധിക്കും. അവിടുത്തെ അംഗീകാരം എന്ന പ്രതിഫലത്തെ കടത്തി വിട്ടുവാനായിട്ട് യാതൊന്നുമില്ല എന്ന് തിരിച്ചറിയാം. ദൈവം അനുഗ്രഹിക്കട്ടെ.